കൊല്ലത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കിയിരിക്കുകയാണ് മൂന്ന് മുന്നണികളും. അതിനിടെ വോട്ടഭ്യർത്ഥിക്കാൻ കൊല്ലം ചന്ദനത്തോപ്പിലെത്തിയ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെ SFI പ്രവർത്തകർ തടഞ്ഞത് സംഘർഷത്തിനും കയ്യാങ്കളിക്കും ഇടയാക്കി. കൂടുതൽ വിവരങ്ങളുമായി നീരജ് ലാൽ ചേരുന്നു. കുണ്ടറ മണ്ഡലത്തിലെ പര്യടനത്തിന്റെ ഭാഗമായി വോട്ടഭ്യർത്ഥിക്കാനാണ് NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ചന്ദനത്തോപ്പ് ഗവൺമെന്റ് ITIയിലെത്തിയത്. ഉച്ചയ്ക്ക് 11:50 ക്യാമ്പസിലെത്തിയ സ്ഥാനാർത്ഥിയെ ABVP പ്രവർത്തകർ വലിയ ആവേശത്തോടെ സ്വീകരിച്ച് വേദിയിലേക്ക് ആനയിക്കവെയാണ് പ്രശ്നങ്ങളുണ്ടായത്. വേദിക്ക് സമീപം കൈകോർത്ത് നിന്ന് SFI പ്രവർത്തകർ സ്ഥാനാർത്ഥിയെയും സംഘത്തെയും തടയുകയായിരുന്നു. തുടർന്ന് വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. ഏതാനും വിദ്യാർത്ഥികൾക്ക് മർദ്ദനമേറ്റു. സ്ഥലത്തുണ്ടായിരുന്ന അധ്യാപകരും ജീവനക്കാരും ചേർന്ന് വിദ്യാർത്ഥികളെ പിന്തിരിപ്പിച്ചും പിടിച്ചുമാറ്റിയുമാണ് സംഘർഷം അവസാനിപ്പിച്ചത്. പിന്നീട് പോലീസ് സംഘവും സ്ഥലത്തെത്തി. സംഘർഷം അവസാനിച്ചതോടെ സ്ഥാനാർത്ഥി നേതാക്കൾക്കൊപ്പം വേദിയിലെത്തി വോട്ടഭ്യർത്ഥിച്ചു. സംഘർഷം ഒന്നിനും പരിഹാരമല്ലെന്നും തൊഴിലവസരങ്ങൾക്ക് വികസനം അനിവാര്യമാണെന്നും കൃഷ്ണകുമാർ ഓർമ്മിപ്പിച്ചു. അതേസമയം കായിക മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണ ചടങ്ങ് നടക്കാനിരിക്കുന്ന വേദിയിൽ സ്ഥാനാർത്ഥിയെ പങ്കെടുപ്പിക്കുന്ന വിവരം ABVP പ്രവർത്തകർ നേരത്തെ അറിയിച്ചിരുന്നില്ല എന്നും ഒരുമിച്ച് നടത്തിയ ആർട്സ് ഡേയുടെ ചെലവ് കുടിശ്ശികയായ 5000 രൂപ ABVP പ്രവർത്തകർ ഇന്ന് രാവിലെ 10 മണിക്ക് മുൻപ് നൽകുമെന്ന വാക്ക് പാലിച്ചില്ല എന്നും ഇതാണ് സ്ഥാനാർത്ഥിയെ തടയാൻ കാരണമായതെന്നും SFI നിലപാട് വ്യക്തമാക്കി. എന്നാൽ മറ്റ് 2 സ്ഥാനാർത്ഥികളും വോട്ടഭ്യർത്ഥിക്കാൻ ഇതേ ക്യാമ്പസിലെത്തിയപ്പോൾ ആരും തടഞ്ഞില്ല എന്നും ഇവർക്ക് ഇപ്പോൾ തടയുന്നത് അന്യായമാണെന്നും ABVP പ്രവർത്തകർ നിലപാട് വ്യക്തമാക്കി. മറ്റ് 2 സ്ഥാനാർത്ഥികളും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം തുടരുകയാണ്.